ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട ബോണ്ടയുമായിട്ടാണ്. അതിനുവേണ്ടി ഒരു 5 മുട്ട വേഗം വെച്ചിട്ടുണ്ട്. അതിനുള്ള നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് സവോളയും പച്ചമുളകും പുതിനയിലയും മല്ലിയിലയും പുളിയും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിയ ശേഷം ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഈ ചമ്മന്തി നമ്മൾ മുട്ടയിനകത്ത് വെച്ച് മുട്ട ബോണ്ട ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ അരച്ച ശേഷം ഇതിനെ കുറച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി കട്ടി കിട്ടും. ഇനി നമുക്ക് ബോണ്ടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. കുറച്ച് കടലപ്പൊടിയിലേക്ക് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച മുട്ട 2 പീസായിട്ട് മുറിച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചമ്മന്തി വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ വെച്ച് കൊടുക്കും നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ലൂസായി പോവും. അപ്പോൾ എല്ലാ മുട്ടയിലും വെച്ച ശേഷം നമ്മൾ മാവിലും മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. ആ ടേസ്റ്റിന് മുട്ട ബോണ്ട റെഡിയായി. അപ്പോൾ ഇതിന് ചമ്മന്തിയും കൂടി അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി